ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി സെൻറ് തോമസ് മാർത്തോമ ചർച്ച് സംഘടിപ്പിക്കുന്ന ഹോപ്പ് ക്രിസ്മസ് കരോളിലേക്ക് ഗവൺമെൻറ് കണ്ണാശുപത്രിയിലെ പുനർജ്യോതി വിഷ്വൽ റീഹാബിലിറ്റേഷനിലെ കുട്ടികളെയും ക്ഷണിച്ചതിനായി നന്ദി പറയുന്നു. ഏവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ഈ ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ലവരായ പുനർജ്യോതി വിഷ്വൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് വേണ്ടി കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സ്പോൺസർ ചെയ്തിരുന്നു. ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചാണ് കുട്ടികൾ പഠിക്കുകയും ഇന്നത്തെ പരിപാടി ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിലേക്ക് അവസരം തന്നതിലേക്കും നന്ദി പറയുന്നു. ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ടീമിനെ ഞാൻ പരിചയപ്പെടുത്താം. കീബോർഡ് വായിക്കുന്നത് ജോയ് സാർ. കീബോർഡ് മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കമ്പ്യൂട്ടർ ട്രെയിനർ, ചെസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് സാറാണ്. ജോയ് സാറിനെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിലേക്ക്. ഇന്ന് നമുക്ക് തബല നമുക്ക് വേണ്ടി വായിക്കുന്നത് ശരത്താണ്. ശരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. PhD കഴിയുകയും ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ അധ്യാപകനായും പ്രവർത്തിക്കുകയാണ്. ശരത്ത് എല്ലാ സാറ്റർഡേയ്സിലും നമുക്ക് മ്യൂസിക് ക്ലാസ്സിന് വരികയും ഞങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ശരത്തിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ചിഞ്ചു മോഹനുണ്ട്. ചിഞ്ചു നമ്മുടെ പുനർജ്യോതിയിലെ വൊക്കേഷണൽ ട്രെയിനർ ആണ്. പേപ്പർ ബാഗ് മേക്കിങ്ങും മ്യൂസിക്കും ചിഞ്ചു ആണ് നോക്കുന്നത്. ചിഞ്ചുവിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ഷിഫിൻ വരുന്നത് ചെറിയൻകീഴ് നിന്നാണ്. PG കഴിയുകയും നെറ്റ് UGC എല്ലാം പാസ്സായി ഇപ്പോൾ പത്തനാപുരത്ത് ഗവൺമെൻറ് B.Ed കോളേജിൽ B.Ed ചെയ്യുന്നു. ഷിഫിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് മെറീന അഞ്ചുതെങ്ങിൽ നിന്നാണ് വരുന്നത്. +2 കഴിഞ്ഞു, റിസൾട്ട് വെയിറ്റിംഗ് ആണ്. ഡിഗ്രി പഠിക്കാൻ വേണ്ടി അടുത്ത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. മെറീനയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ അവസരം നൽകിയത് മിനി മാഡമാണ്. മാഡം കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ പുനർജ്യോതിയിൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്ന മാഡമാണ്. മാഡത്തിനും ഈ അവസരം ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഷിഫിൻ എങ്ങനെയാണ് ഈ കാഴ്ച പരിമിതിയിൽ നിന്നും ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയത് എന്നൊരു ചെറിയൊരു ഷെയറിംഗ് നടത്തുവാൻ വേണ്ടി ഷിഫിനെ ഞാൻ ക്ഷണിക്കുന്നു. ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിഫിൻ. സ്ഥലം ചിറയൻകീഴ് റൂട്ട് മുരുക്കുമ്പുഴ എന്ന് പറയും. ഞാൻ 100% കാഴ്ച പരിമിതി ഉള്ളൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് കാഴ്ച പരിമിതി എന്ന് ഉള്ളത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് തോന്നത്തേയില്ല. കാര്യം നമ്മളെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സിമ്പതി പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ ആൾക്കാരും പറയും, അയ്യോ അവൻ കാഴ്ചയില്ലാത്ത കൊച്ച്, അയ്യോ കഷ്ടം എന്നൊക്കെ പറയും. അത് സിമ്പതിയാണ്. സോ നമുക്ക് സിമ്പതി അല്ല ആവശ്യം, നമുക്ക് ആവശ്യം എമ്പതി എന്ന് പറയും. അത് തന്നെയാണ് നമുക്ക് ആവശ്യം. ഈ ചർച്ച് വകയാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സ്പോൺസർ ചെയ്തത്. അത് ഒരു തരത്തിലൊരു എമ്പതിയാണ്. അതുവഴി അവരങ്ങനെ ചെയ്തത് വഴി നമുക്ക് അത് പഠിക്കാനും അത് എക്സ്പ്ലോർ ചെയ്യാനും അതിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്താനും സാധിക്കും. അല്ലാതെ ചില ആൾക്കാരുണ്ട്, അവർ സഹായിക്കത്തില്ല. പക്ഷെ അവർ ഷോ കാണിക്കാൻ വേണ്ടി പറയും, അയ്യോ പാവം കണ്ണ് കണ്ടുകൂടെ കേട്ടോ. അവർ ആ ഒറ്റ വാക്കിലങ്ങ് ഒതുക്കും. സോ അത് ഈ ചർച്ച ചെയ്ത നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അത് തന്നെയാണ് നമുക്ക് ആവശ്യം. അതേപോലെ കുറേ പൈസ തരുന്നതിലല്ല കാര്യം, മറിച്ച് നമുക്ക് പഠിക്കാനുള്ള ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്, ഒരു സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ നമുക്ക് സാധാ നോർമൽ ആൾക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കത് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ ഇപ്പോൾ PG MA ഇംഗ്ലീഷ് കഴിഞ്ഞു, B.Ed ഇംഗ്ലീഷ് ചെയ്യുന്നു. പത്തനാപുരം മൗണ്ട് ടാബർ ട്രെയിനിങ് കോളേജിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ നിന്ന് 2.25 മണിക്കൂർ ഡെയിലി യാത്രയുണ്ട്. അങ്ങോട്ട് 2.25 മണിക്കൂർ, ഇങ്ങോട്ട് 2.25 മണിക്കൂർ. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ആ കോളേജിൽ ചെന്നപ്പോഴും അവർ പറഞ്ഞു ഇവിടെ പഠിക്കുകയാണെങ്കിൽ എന്ത് സൗകര്യം വേണോ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാനുള്ള പെർമിഷൻ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ തന്നു. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. കാര്യം നമുക്ക് വളർന്നു വരാൻ ഒറ്റയ്ക്ക് സാധിക്കത്തില്ല. സമൂഹവും എല്ലാവരും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരും എല്ലാവരും ഒപ്പം ഉണ്ടാകുമ്പോഴേ നമുക്ക് അതിനുള്ള ഒരു കരുത്തും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പഠിക്കുന്ന കാര്യമായാലും ഇപ്പം നമുക്ക് ടോക്കിംഗ് സോഫ്റ്റ്വെയർ അത് ലാപ്പിലായാലും മൊബൈലിലായാലും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാം നോർമൽ ആൾക്കാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം നമുക്ക് ഇപ്പോൾ അങ്ങനെ വേർതിരിവില്ല. ഇപ്പോൾ IT ഫീൽഡിലായാലും ഏത് മേഖലയിലായാലും സിവിൽ സർവീസ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്നാണ് ഒരു ടോപ്പിക്ക് ഞാൻ സംസാരിക്കാൻ വന്നത്. അപ്പോൾ ഇരുട്ട് എന്നതിനെ നമ്മൾ ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെ പ്രകാശമാക്കാം, അതിലാണ് കാര്യം. അല്ലാതെ നമ്മൾ ഇരുട്ടായി പോയി എന്നും എനിക്ക് ഇരുട്ട് മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത വന്നാൽ നമ്മൾ തോറ്റുപോയി. നമുക്ക് കിട്ടിയ ഏത് സാഹചര്യമാണോ അതിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നേറുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എപ്പോഴും എൻ്റെ സാർ എപ്പോഴും പറയും, നമുക്ക് ദൈവം ഓരോ അവയവക്കും നമുക്ക് തന്നേക്കുന്നത് ഓരോരോ ആവശ്യത്തിനാണ്. ദൈവം കൈ തന്നേക്കുന്നത് നമുക്ക് 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ കൈ കൊണ്ട് എല്ലാത്തിനെയും നിസ്സാരമായി ഇങ്ങനെ തള്ളിക്കളയാം. പക്ഷെ തള്ളിക്കളയുന്നേക്കാളും എളുപ്പമാണ് മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ. അത് എനിക്ക് വളരെ മനോഹരമായ ഒരു വാചകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യവും അത് തന്നെയാണ്. പിന്നെ മദർ തെരേസ എൻ്റെ ഒരു വലിയൊരു റോൾ മോഡലാണ്. അപ്പോൾ അതൊരു സ്റ്റോറിയുണ്ട്, ഞാനത് സമയം ഇല്ലാത്തതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കാര്യം മാത്രം നോക്കാതെ, അതായത് ഇപ്പം കാഴ്ചയില്ലാത്ത വ്യക്തികൾ അവർക്കും സമൂഹത്തിൽ പല പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഡിസബിലിറ്റി മേഖല അതിൽ നിന്നുകൊണ്ടല്ല പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരോടായി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാത്രം പ്രകാശിക്കാതെ നമ്മളുടെ ആ നന്മ ബാക്കിയുള്ള ആൾക്കാരുടെ ഉള്ളിലേയും കൂടെ എത്തിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് സ്വയം പ്രകാശിക്കാനും അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമ്മൾ സ്വയം പ്രകാശിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ആൾക്കാരെയും പ്രകാശിപ്പിക്കാൻ സാധിക്കണം. ഒരാളുടെ ലൈഫിലെങ്കിലും നമ്മൾ കാണുന്ന ഒരു പ്രകാശം കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് നേടാൻ. നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല, പൈസയോ ഒന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നു, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമായിട്ട് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ സ്വയം പ്രകാശിക്കും, അതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിലും കൂടെ ഒരു പ്രകാശം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സോ നമ്മുടെ പുനർജ്യോതി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എവർഗ്രീൻ ക്രിസ്ത്യൻ സോങ്, അത് യഹൂദിയായിലെ എന്ന് പറയുന്ന ഒരു സോങ് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്ന തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നോ തിങ്കൾ കലപാടി ഗ്ലോറിയ.
താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ വേദന കണ്ണിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ വേദന കണ്ണിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി, രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകരാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ, ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലക. ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകരാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. താങ്ക് യു. സങ്കീർത്തനങ്ങൾ 91 അധ്യായം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടിൻ്റെ കെണിയിൽ നിന്നും മാർഗമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന് നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.